ഇതാണ് ഞങ്ങളുടെ നാടിന്റെ ഭക്ഷണം. ഓരോ നാട്ടിലും ആ നാടിൻ്റെതായ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാവും. ഞങ്ങളുടെ നാടിന്റെ ഭക്ഷണമാണ് തേങ്ങാച്ചോറ്. അതിന്റെ കൂടെ നല്ല അടിപൊളി തിക്ക് ബീഫ് കറിയും അതുപോലെ തന്നെ നല്ല കാച്ചിയ മോരും അച്ചാറും ഉണ്ടെങ്കിൽ ഏത് ബിരിയാണിയും ഏത് നെയ്ച്ചോറും മാറിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ പറച്ചില്. അപ്പോ എങ്ങനെയാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കണത് നോക്കാം. അതിനു മുമ്പ് ഈ ചെമ്പിന്റെ ബാക്കിൽ ഇരിക്കുന്നവരൊക്കെ എന്തിനാണ് ഇരിക്കുന്നത് എന്നുള്ളതിന് ഒരു വലിയ കഥയുണ്ട്. അത് ലാസ്റ്റ് കാണിക്കാം. അത് എന്തായാലും കാണേണ്ട ഒരു കഥ തന്നെയാണ് കേട്ടോ. അപ്പൊ 3 ചെമ്പിലായിട്ട് ഏകദേശം 110 കിലോ ആട്ടിറച്ചിയും അതുപോലെ തന്നെ 85 കിലോ അരിയും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ചെമ്പ് വെച്ച് അതിലേക്ക് കറിവേപ്പിലയും സവാളയും പെരിഞ്ചീരകവും വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടുണ്ട്. അതിന്റെ കൂടെ അളന്ന് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് ഐറ്റം. അതായത് തേങ്ങാച്ചോറിന് തേങ്ങ ഇല്ലാതെ പറ്റൂല. അതും നന്നായിട്ട് അരച്ച് പിഴിഞ്ഞെടുക്കണം. അതിന്റെ പാല് മാത്രമാട്ടോ നമ്മളിവിടെ ചേർക്കാറുള്ളൂ. ബാക്കിയുള്ള ചണ്ടി നമ്മൾ മാറ്റി വയ്ക്കും. ചിലയിടങ്ങളിൽ തേങ്ങാച്ചോറ് ഉണ്ടാക്കുമ്പോൾ ചോറിലേക്ക് തേങ്ങയും ചേർക്കണ കാണാറുണ്ട്. പക്ഷെ അത് അത്ര നല്ല ടേസ്റ്റി അല്ല. ഇത് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ കൂടുതലും നമ്മൾ 999 അരി തന്നെയാണ് ഉപയോഗിക്കാറ്. അപ്പൊ 3 ബക്കറ്റ് അരിയാണ് നമ്മൾ എടുക്കണമെങ്കിൽ അതിന് 6 ബക്കറ്റ് വെള്ളം വേണം. ഈ 6 ബക്കറ്റ് വെള്ളം എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്ത വെള്ളം കേട്ടോ അതിലേക്ക് ചേർക്കണേ. അപ്പൊ എത്ര ബക്കറ്റ് എടുക്കണോ അത്ര ബക്കറ്റിനുള്ള വെള്ളം ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ ക്യാരറ്റും പൈനാപ്പിളൊക്കെ ഓപ്ഷണലാട്ടോ. അതുപോലെ തന്നെ ലേശം മഞ്ഞപ്പൊടി ചേർക്കും. അതൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഇതിന്റെ മുകളിലിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും പുതിനയിലയും പൈനാപ്പിളൊക്കെ ഇപ്പൊ ഈ സമയങ്ങളിൽ വന്ന് കയറിയ ഒരു ഐറ്റം കേട്ടോ. ഇതൊന്നും നിർബന്ധമില്ല എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. ചേർത്താൽ നല്ലത്. പക്ഷെ ഇതിലേക്ക് നിർബന്ധമായിട്ട് വേണ്ടത് നല്ല അടിപൊളി ബീഫ് കറി ഉണ്ടോ. ഇവിടെ മട്ടൻ കറിയാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള മസാലയൊക്കെ ചേർത്ത് നെയ്യ് കിടന്ന് നല്ല രീതിയിൽ തിളക്കണ്ട കേട്ടോ. ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ചുറ്റും കിടന്ന് കറങ്ങണേന് ഒരു കഥയുണ്ട്. അതിന്റെ ക്ലൈമാക്സിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ അത് പറഞ്ഞുതരാം. പിന്നെ നല്ല അടിപൊളി മോരേറിയാണ് വേണ്ടത് ശരിക്കും കാച്ചിയത്. പക്ഷെ ഇവിടെ ഉള്ളത് ഇന്ന് പരിപ്പറി കണ്ടോ. അത് നല്ല രീതിയിൽ താളിച്ചെടുത്തിട്ടുണ്ട്. മുളകും കടുകൊക്കെ ഇട്ട് നല്ല രീതിയിൽ താളിച്ചെടുത്ത ഒരു സാധനം കേട്ടോ. അത് കിട്ടില്ലനായിരുന്നു. ഇനി എന്താണ് ഇവിടെ എല്ലാവരും കിടന്ന് ചുറ്റിക്കറങ്ങണേന്ന് പറയാം. അതായത് ഈ കറിയും ചോറും എല്ലാം പാത്രത്തിലേക്ക് മാറ്റും. എന്നിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകും. അതിന് ശേഷം ഈ ചെമ്പിൽ കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ടാവും സൈഡിലേക്കായിട്ട്. അതിലേക്ക് കുറച്ച് ചോറും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇങ്ങ് എടുക്കും. ആ ചെമ്പിലിട്ട് അങ്ങ് മിക്സ് ചെയ്ത് എടുത്ത ഗ്രേവിയോട് കൂടിയുള്ള ആ ചോറ് കഴിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഇവിടെ കിടന്ന് വട്ടം കറങ്ങി കേട്ടോ. പിന്നെ ഇവരൊന്നും പണിയെടുക്കാത്തവരല്ല കേട്ടോ. ഈ ഭക്ഷണം നേരെ പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വിളമ്പും. എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ കഴിച്ച ഫുഡ് മാത്രമായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ചോറും കറികളൊക്കെ അതേ പാത്രത്തിലേക്ക് മാറ്റുന്ന രംഗങ്ങളാണ് കേട്ടോ. പിന്നെ ഈ ചോറും ഇറച്ചിയും കൂടി മിക്സ് ചെയ്ത് വീഡിയോ കിട്ടാത്തതിന് കാരണം 3 പേർക്ക് മുകളിലുള്ള ആളുകളെ ഇവിടുത്തെ പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ടാണ് പോയത്. എടാ ആ സംഭവം വരുമ്പോൾ എന്നെ വിളിക്കണം കേട്ടോ എന്ന്. പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ യുവന്മാരാണെങ്കിലും ഞാനാണെങ്കിലും ചിലപ്പോൾ ഒന്ന് വിളിക്കാൻ മറന്നു. ഒരാൾ കുറയുകയാണെങ്കിൽ കുറയട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാനും നമ്മുടെ പുതിയ പേജ് ഉൾപ്പെടെ ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ.